രാജസ്ഥാൻ റോയൽസ് നാളെ നിർണായക മത്സരത്തിന് KKRനെ നേരിടുമ്പോൾ ലക്ഷ്യം ഒന്ന് മാത്രം. രണ്ടാം സ്ഥാനം നഷ്ടപ്പെടാതെ നോക്കുക. കഴിഞ്ഞ 4 മത്സരങ്ങളിലെ പരാജയ വഴിയിൽ നിന്ന് ഒരു വിജയം കൂടിയേ തീരൂ. തൻ്റെ പ്രകടനം കൊണ്ടും ക്യാപ്റ്റൻസി കൊണ്ടും വിമർശകരുടെ വായടപ്പിച്ചിരുന്ന സഞ്ജുവിന് ഈ മത്സരം എങ്ങനെയും വിജയിച്ചേ തീരൂ. ഓപ്പണിംഗിൽ മികച്ച സ്കോർ ലഭിക്കാതെ വരുന്നത് വൺ ഡൗണായി എത്തുന്ന സഞ്ജുവിനും അമിത സമ്മർദ്ദം നൽകുന്നുണ്ട്. അതിനാൽ തന്നെ സഞ്ജു KKRനെതിരെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. കഴിഞ്ഞ മത്സരത്തിലും ഓപ്പണിംഗ് പരീക്ഷണം പാളിയിരുന്നു. ഹിറ്റ്മേറുടെ അഭാവമാണ് മറ്റൊരു തലവേദന. റിയാൻ പരാഗിനൊപ്പം ഒരാൾ കൂടി സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ മത്സരം വിജയിക്കാമായിരുന്നു. ഹിറ്റ്മേർ പ്ലേ ഓഫ് ആകുമ്പോഴേക്കും തിരിച്ചെത്തുമെന്നാണ് കരുതുന്നത്. പവലിന് പകരം കേശവ് മഹാരാജിനെ കളിപ്പിക്കുന്നതാണ് നല്ലതെന്ന് കരുതുന്നു. പവൽ കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. മഹാരാജ് ബാറ്റ് കൊണ്ടും ഭേദപ്പെട്ട പ്രകടനം നടത്താൻ കഴിവുള്ള താരമാണ്. ബോൾട്ടിൻ്റെ ഫോമില്ലായ്മയാണ് മറ്റൊരു പ്രശ്നം. സിംഗ് കൊണ്ട് എതിരാളികളെ വെള്ളം കുടിപ്പിച്ചിരുന്ന താരം ഇപ്പോൾ പവർ പ്ലേയിൽ ഉൾപ്പെടെ റൺ വഴങ്ങുകയാണ്. സഞ്ജു ഫോമിലേക്ക് തിരിച്ചെത്തുകയും ജുറലും ജയ്സ്വാളും മികച്ച പ്രകടനം നടത്തുകയും ചെയ്താലേ രാജസ്ഥാന് കിരീട പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. സൺറൈസേഴ്സ് അടുത്ത മത്സരം തോറ്റാലും രാജസ്ഥാൻ 2ാം സ്ഥാനക്കാരായി ക്വാളിഫയറിൽ കടക്കും.